നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 790 790. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 51-ാമത്തെ സർഗം തത്വസംഖ്യ പലമട്ടിൽ. അതിൽ 11-ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. ആകയാൽ എണ്ണം അധികമാകിലും കുറവാകിലും വാദിച്ചു വിഷമിക്കേണ്ട, യുക്തിയുണ്ടാകും ഏതിനും. വാദിക്കരുത്. 12-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. തത്വസംഖ്യകൾ തന്മാറ്റം വേർതിരിപ്പതുപോലെയാം മണ്ണാം കാരണതത്വത്തിൽ കാര്യമെന്നതുപോലെയോ. ഉദാഹരണം പറയാണ്. തത്വസംഖ്യകൾ തന്മാറ്റം വേർതിരിപ്പത്, അതായത് ഒന്നിനെ പലതായി പിരിച്ചാൽ എണ്ണം കൂടും. ചിലതിനെ 2-3 എണ്ണത്തിന് ഒന്നായിട്ട് എടുക്കാം. അങ്ങനെയുണ്ട്. അത് മണ്ണാം കാരണതത്വത്തിൽ കാര്യമെന്നതുപോലെയോ. കാര്യമായ കുടത്തിങ്കൽ കാരണം മണ്ണുപോലെയോ. മരം കൊണ്ട് കുടം ഉണ്ടാക്കും. അപ്പോൾ അതിൽ എത്ര മണ്ണ് എന്നുള്ളതല്ല, ആ മണ്ണിനെ എങ്ങനെ വിന്യസിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ. കാര്യമായ കുടത്തിങ്കൽ കാരണം മണ്ണുപോലെയോ. ചേർത്തോ ചേർക്കാതെയോ വക്താവ് ഇഷ്ടം പോലുര ചെയ്തിടും. അതിൻ്റെ വായിൻ്റെ അവിടെ കുടുങ്ങിയിട്ടാണ്. അവിടെ കുറച്ച് കനം വേണം. ഇങ്ങനെയൊക്കെ പല തരത്തിലുണ്ട്. അപ്പം ചേർത്തോ ചേർക്കാതെയോ വക്താവ് ഇഷ്ടം പോലുര ചെയ്തിടും. നാം വേണ്ട മാതിരി സമ്മിശ്രമായിട്ടോ വേറെയോ കണക്കാക്കാം. കാര്യകാരണ തത്വങ്ങൾക്കെണ്ണം ആവിധമാകിലും, കാര്യകാരണ തത്വങ്ങൾക്ക് എണ്ണം ആവിധം ആണെങ്കിൽ കൂടി ജീവാത്മാ പരമാത്മൈക്യം സംഭവിക്കുവതെങ്ങനെ? ജീവാത്മാ പരമാത്മ ഐക്യം സംഭവിക്കുന്നത് എങ്ങനെ അതറിയണം. സത്യത്തിൽ ഒന്നാണ്. അപ്പോൾ അതിന് ആവരണം വിക്ഷേപം എന്നുള്ള മായയുടെ പ്രസക്തിനെ മനസ്സിലാക്കി അത് മാറ്റിയാൽ അതൊന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകത്വത്തിൽ നിന്ന് നാനാത്വം ഉണ്ടാവും. നാനാത്വത്തിൽ ഭ്രമിക്കരുത്. നാനാത്വത്തിൽ ഏകത്വം കാണണം. അതാണ് മോക്ഷം. അപ്പോൾ ദേഹാഭിമാനമാർന്ന് ആത്മജ്ഞാനം തീരെ അകന്നവൻ. ദേഹാഭിമാനം ഉണ്ടായാൽ അവനെ പറ്റിയുള്ള അറിവ് കമ്മിയാവും. ഇപ്പം എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ തെക്കൻ ഭാഗത്ത് ആചാര്യന്മാരും പിന്നെ പൗരാണികരൊക്കെ ഷർട്ട് ഇടാൻ തുടങ്ങിയല്ലോ, സാറിന് ഇപ്പം എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ശീലിച്ചതേ പാലിക്കൂ. ഞാനൊരു ടെമ്പിൾ ട്രസ്റ്റിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ സ്കൂളിൽ പോയാൽ പണ്ടൊക്കെ 2 ഇൻ്റർവെല്ലുണ്ട്. അതായത് 3 ഇൻ്റർവെല്ല, 1 ലഞ്ച് ടൈം. അപ്പോൾ 5 മിനിറ്റ്, ഈ 2 പീരീഡ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വ്യത്യാസമുണ്ട്. 5 മിനിറ്റ് ഇതുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ മൂത്രമൊഴിച്ച് വരാം, വെള്ളം കുടിച്ച് വരാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും. റോഡ് ക്രോസ് ചെയ്ത വീടായി, അമ്പലമായി. അവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട ഡ്രസ്സൊക്കെ അഴിച്ചിടണം. അന്നത്തെ രീതി അതാ. അപ്പോൾ ഞാൻ 36 വർഷം IIT-യിൽ ജോലി ചെയ്തിട്ടും എൻ്റെ ശീലത്തിന് വ്യത്യാസം വന്നില്ല. കാരണം ഒരു സൈക്കിളിലാണ് പോവുക ആദ്യകാലം, പിന്നെ സ്കൂട്ടറായി, പിന്നെ കാറായി. അപ്പോൾ വീട്ടിൽ വന്നാൽ പട്ടാമ്പിയിൽ എങ്ങനെ ജീവിച്ചിരുന്നത് അതേപോലെ. ഇപ്പോൾ ഗുരുവമ്പലത്താണെങ്കിലും ജീവിതം പട്ടാമ്പി ക്ഷേത്രത്തിലുള്ള പോലെയാണ്. അതാണ് അതിൻ്റെ എന്താ പറയുക, ഏകാഗ്രത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തോ ആവട്ടെ.
അപ്പോൾ ദേഹാഭിമാനമാർന്ന് ആത്മജ്ഞാനം തീരെ അകന്നവൻ ജീവൻ മറ്റേവൻ ഏവർക്കും വിജ്ഞാനമരുളുന്നവൻ, വിജ്ഞാനം മരുളുന്നതാണ്. ആകയാൽ 25 അല്ല 26 തന്നെയാം. 25 അല്ല 26 എന്ന് ചില കൂട്ടർ പറയുന്നു. തത്വങ്ങൾ ഈ വിധം വിദ്വാൻമാർ പോലും ചൊല്ലുവതോർക്കുകിൽ ജീവൻ്റെ വൈഭവം കാണാൻ കഴിവില്ലാഞ്ഞു മാത്രമാം. ജീവൻ്റെ വൈഭവം കാണാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് എണ്ണം കുറയ്ക്കണതും കൂട്ടണതെന്നാണ് പറഞ്ഞത്. ശരിക്കും ഒന്നേ ഉള്ളൂ, ബ്രഹ്മം ഒന്ന്. ജീവേശ്വരന്മാർക്ക് ഈ വണ്ണം ഭേദമില്ല ഒരു മട്ടിലും. ജീവേശ്വരന്മാർക്ക്, ജീവൻ തന്നെയാണ് ഈശ്വരനെ, അഹം ബ്രഹ്മാസ്മി, ഭേദമില്ല ഒരു മട്ടിലും. ജീവൻ പ്രകൃതി സംസർഗം മൂലം അജ്ഞാനമാർന്നതാം. ജീവൻ അല്ലെങ്കിൽ ബ്രഹ്മം പ്രകൃതി സംസർഗം, അവിടെയാണ് നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞത് പ്രകൃതി മിഥ്യയാണ്, പ്രപഞ്ചം മിഥ്യ എന്ന് പറയാൻ കാരണം എന്താ? അതിൽ ആസക്തി ഉണ്ടായാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നടക്കില്ല, ധർമാർത്ഥ കാമ മോക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവൻ പ്രകൃതി സംസർഗം മൂലം അജ്ഞാനമാർന്നതാം. അതു നീങ്ങുകിൽ ജ്ഞാനം തീർന്നുടൻ വിജ്ഞാനാമവൻ. അജ്ഞാനം മാറിയാൽ അതിൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതു നീങ്ങുകിൽ അജ്ഞാനം തീർന്ന ഉടൻ വിജ്ഞാനമാമവൻ. പിന്നെ പറഞ്ഞു, എന്നാൽ ഈശ്വരകാരുണ്യത്തിങ്കൽ നിന്ന് ഉളവാകയാൽ ജ്ഞാനവും തത്വം എന്നോളം ചിലർ ആയത് അയുക്തമാം. ഭഗവാൻ പറയാ, എന്നാൽ ഈശ്വരകാരുണ്യത്തിങ്കൽ നിന്നുളവാകയാൽ ജ്ഞാനവും തത്വമെന്നോളം ചിലർ ആയത് അയുക്തമാം, യുക്തല്ല. സത്വാദി 3 പ്രകൃതിക്ഷോഭത്താലുളവാവതാം. സത്വാദി 3, സത്വം രജസ് തമസ് പ്രകൃതി ക്ഷോഭത്താൽ ഉളവായതായിട്ടുള്ളതാണ്. അതേ സത്വത്തിൽ നിന്നുണ്ടാവതാം ജ്ഞാനം മഹാമതേ. ഉദ്ധവ, മഹാമതേ, വലിയ മനസ്സിൻ്റെ ഉടമ എന്നാ പറഞ്ഞതേ. അതേ സത്വത്തിൽ നിന്നുണ്ടാവതാം ജ്ഞാനം മഹാമതേ. ആകയാൽ അത് സത്വത്തിൽ പെടും എന്നോർത്തുകൊള്ളണം. സത്വം വേറെ, ജ്ഞാനം വേറെയല്ല. ജ്ഞാനസ്വരൂപൻ തന്നെയാണ് സത്വസ്വരൂപൻ, പ്രേമസ്വരൂപൻ. ആകയാൽ അത് സത്വത്തിൽ പെടുമെന്നോർത്തുകൊള്ളണം. സ്ഥിത്യാദിഹേതുവാം, സ്ഥിതി ആദിഹേതുവാം 3 ഗുണവും പ്രാകൃതങ്ങളാം. പ്രാകൃതം എന്ന് പറഞ്ഞാൽ കൃതമല്ലാത്തതെന്നാ. ജ്ഞാനവും കർമ്മവും സത്വരജോജന്യങ്ങളാവിധം. ജ്ഞാനവും കർമ്മവും രണ്ടെണ്ണം ഉണ്ട് അവിടെ. ജ്ഞാനം 1, കർമ്മം 1. സത്വത്തിൻ്റെ രജോജന്യങ്ങളാവ കാരണം കാലസ്വഭാവങ്ങളേതിൽ പെടും എന്നതു മോതിടാം. കാലസ്വഭാവങ്ങളിൽ ഏതിലാണ് അത് സെറ്റാവുക അത് പറഞ്ഞു തരാമെന്ന് പറയണു ഉദ്ധവരോടെ. എന്നിട്ട് പറയണു, ഗുണങ്ങൾ മാറ്റിയിടും കാലം. ഗുണങ്ങൾ മാറ്റിയിടും കാലം, കാലത്തിനെ ഗുണങ്ങൾ മാറ്റും. ഈശ്വരൻ തന്നെയാം സഖേ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവനെ എന്താ സല്യൂട്ടേഷൻ ചെയ്തത്? സഖേ. കാരണം എന്താ? ഉത്തമോത്തമനാണ്. ഗുണങ്ങൾ മാറ്റിടും കാലം ഈശ്വരൻ തന്നെയാം സഖേ. സ്വഭാവം സൂത്രം എന്നോതും മഹാനാം സർവശക്തിമാൻ. സ്വഭാവം സൂത്രം എന്നും പറയും. നാരദസൂത്രം, പഞ്ചരാത്രം എന്നൊക്കെ പറയണില്ല, അതേമാതിരി സ്വഭാവം സൂത്രം എന്നോതും മഹാനാം സർവശക്തിമാൻ. തത്വം അല്ല ഓർക്കുകിൽ അതും കർമ്മത്തിൻ പരിണാമമാം. തത്വം അല്ല ഓർക്കുകിൽ അതും കർമ്മത്തിൻ പരിണാമമാം. മഹത്തത്വം അഹങ്കാരം പുമാൻ പ്രകൃതി നാലിവാം. മഹത്തത്വം അഹങ്കാരം പുമാൻ പ്രകൃതി, ഇങ്ങനെ 4.
പഞ്ചഭൂതങ്ങൾ ഈ വണ്ണം 9 മുമ്പിൽ ഞാൻ പഞ്ചഭൂതങ്ങൾ ഈ വണ്ണം. അപ്പോൾ 5 4 കൂടി കൂട്ടിയത്ര ഈ 9 കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതേ വിധം. അപ്പോൾ 5 5 10 മനസ്സും ചേർന്ന് 20. അപ്പോൾ 10 9 + 1 എത്രയായി? 19 1 20. അപ്പോൾ മനസ്സും ചേർന്ന് 20 തത്വമെന്നൊരു പക്ഷമാം ഭൂതങ്ങൾ ഇത് അതാതിൻ്റെ വിഷയം വിടുമാകയാൽ. അപ്പോൾ 20 എന്ന് പറഞ്ഞാലും ശരിയാണ്. പക്ഷേ ഭൂതങ്ങൾ ഇത് അതാതിൻ്റെ വിഷയം വിടുമാകയാൽ ഭൂമ്യാദിയിൽ തന്നെ പെടും ഗന്ധാദികൾ. അതേവിധം തത്വങ്ങളല്ല ഗത്യാദി കർമ്മേന്ദ്രിയ ഫലങ്ങളാം ശബ്ദാദി വേറെ എണ്ണേടിൽ 25 വരും. അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി അതങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ +5 അപ്പോൾ എത്രയായി? 25 ഇല്ലേ? അതാണ് പറഞ്ഞത് ശബ്ദാദി വേറെ എണ്ണേടിൽ 25 വരും. 26 ജീവേശ്വര ഭേദം ഗണിക്കുക. അപ്പോൾ ജീവനെ ഒന്ന് കൂട്ടുകയാണെങ്കിലോ 25 + 1 26 അപ്പോൾ. എന്നിട്ടോ 26 ജീവേശ്വര ഭേദം ഗണിക്കുക. വിശ്വേശ്വരൻ പലേമട്ടിൽ വിളങ്ങുവതിനോർത്തുടൻ. വിശ്വേശ്വരൻ വിശ്വത്തിൻ്റെ ഈശ്വരൻ, ജഗൽകാരണൻ, പരബ്രഹ്മസ്വരൂപൻ. വിശ്വേശ്വരൻ പലേ മട്ടിൽ വിളങ്ങുവത് ഓർത്തുടൻ ആകാശാദികൾ കാര്യങ്ങൾ 16 അതേവിധം മഹത്വത്താദിയാം 7 കാരണങ്ങളുമാർന്നതായി രൂപം കൊള്ളും പ്രകൃതിയെ കടാക്ഷിക്കയത് അമ്പോടും സ്നേഹം കൊണ്ടാണ്. അല്ലേ? സ്നേഹമില്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കണമെങ്കിൽ ആ സ്നേഹത്തിനോടൊരു പ്രതിപത്തി വേണ്ടേ? അപ്പം മഹത്തത്വാദിയാം 7 കാരണങ്ങളും മാർന്നതായി രൂപം കൊള്ളും പ്രകൃതിയെ കടാക്ഷിക്കുകയതം അമ്പൊടും സൃഷ്ട്യാദ്യാവസ്ഥകൈ കൊണ്ടിടുകയാം ത്രിഗുണങ്ങളാൽ. രജസ് തമസ് സാത്വികം. സൃഷ്ടിയാദി സൃഷ്ടിക്കുക, പരിപാലിക്കുക, ലയനം പ്രാപിക്കുക. അവസ്ഥ കൈക്കൊണ്ടിടുകയാം ത്രിഗുണങ്ങളാൽ. പരങ്കൽ നിന്നു തത്വങ്ങൾ. പരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഈശ്വരനിൽ നിന്ന് തത്വങ്ങൾ വീര്യം പൂണ്ടു പലതരം മാറ്റമാർന്നൊത്ത് നിർമ്മിപ്പൂ വിശ്വം അത്ഭുത ശക്തിയാൽ. ഒരു അത്ഭുത ശക്തി കൊണ്ടാണ് ഈ വിശ്വത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തപ്പോ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? ഇതിനെയാണ് നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത്. എന്തോ ചില അജ്ഞാനങ്ങളാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ള സാധനമാണിത്. ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ തെറ്റ്. അപ്പോൾ പറയണു തത്വം 7 പക്ഷത്തിൽ പഞ്ചഭൂതങ്ങൾ ജീവനും. അതായത് ഓരോരുത്തർ ഓരോന്ന് പറയണ്ടല്ലോ. ആത്മാവും ഇവയിൽ പ്രാണേന്ദ്രിയാദി സകലം പെടും. പല സാധനങ്ങളെയും കൂട്ടി പറയുമ്പോൾ 7 എന്നും പറയും. പിന്നെ പറയണു 33ാമത്തെ ശ്ലോകം ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. എന്തോ വിശേഷപ്പെട്ടതാണ്, എക്സ്ട്രാ ഓർഡിനറി. പഞ്ചഭൂതങ്ങളാൽ വിശ്വം നിർമ്മിച്ച് അതിൽ മഹേശ്വരൻ പ്രവേശിക്കുകയാണ്. ആ മട്ട് 6 തത്വങ്ങൾ മാത്രമാം. പഞ്ചഭൂതങ്ങളാൽ വിശ്വം നിർമ്മിച്ചു, അതിൽ മഹേശ്വരൻ സാക്ഷാൽ ജഗന്നിവാസൻ പ്രവേശിക്കുകയാണ്. ആ മട്ട് 6 തത്വങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നു. 4 ആത്മാവ് ഭൂമി വെള്ളവും അഗ്നിയും അവരോധിടും ആകാശം ഇന്ദ്രിയങ്ങൾ അഗോചരം. അവിടെ ആകാശം പറഞ്ഞില്ല. കാരണം എന്താ? കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റില്ല. ആകാശം എന്ന് പറഞ്ഞൊന്നുമില്ല. അങ്ങനെയാണേ. 4 ആത്മാവ് ഭൂമി വെള്ളവും അഗ്നിയും അവരോധിടും ആകാശം ഇന്ദ്രിയങ്ങൾക്ക് അഗോചരം. തേജസ്സിനിയലും സൂക്ഷ്മാവസ്ഥ വായുവും ഈ വിധം ദേഹേന്ദ്രിയാധികാരങ്ങളെല്ലാം ഈ 4 ഉൾപ്പെടും. തേജസ്സിനിയലും
സൂക്ഷ്മാവസ്ഥ വായുവും ഈ വിധം ദേഹേന്ദ്രയാധികാരങ്ങളെല്ലാം ഈ നാലിൽ ഉൾപ്പെടും. ഭൂതങ്ങളഞ്ചും ശബ്ദാദി അഞ്ചിന്ദ്രിയങ്ങളും മനസ്സാത്മാവും ഈ വണ്ണം 17 പക്ഷമാം. ഭൂതങ്ങളഞ്ച്, ശബ്ദാദികളഞ്ച്, ഇന്ദ്രിയങ്ങൾ, അപ്പോൾ 15 ഈ വണ്ണം മനസ്സും ആത്മാവും. അപ്പോൾ 15 × 17 17 ഒരു പക്ഷമാം എന്നായി. പിന്നെ പറയണു 16 ആത്മാ മനസ്സൊന്നെന്നു കാണുകിൽ. മനസ്സിനെയും ആത്മാവിനെ ഒന്നായിട്ട് കാണാൻ 17 - 1 16ആയി. 13 ഭൂതജീവം മനസ്സാത്മേന്ദ്രിയങ്ങളാൽ. ഭൂതങ്ങൾ 5, ജീവൻ അപ്പോൾ പിന്നെ 5 6 മനസ്സ് ആത്മേന്ദ്രിയങ്ങളാൽ. തത്വസംഖ്യ പലമട്ട് അവസാനത്തെ ശ്ലോകട്ടത്. തത്വസംഖ്യ പലമട്ടിൽ ഈ വിധം ചൊല്ലിടുന്നു മുനിവര്യർ മന്നിതിൽ. യുക്തിയുണ്ടതിന്നുമെങ്കിലും എത്രയും ന്യായമാകും മുര ചെയ്വതൊക്കെയും. ആരും പറയണത് കണ്ടിക്കണ്ട, അവരവർ പറഞ്ഞത് ശരിയെന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ബ്രഹ്മം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ട് ബ്രഹ്മം മാത്രം എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെട്ടു എന്നാണ്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ ഏകപഞ്ചാസസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉടനെ നമ്മൾക്ക് 52ാമത്തെ സർഗത്തിലേക്ക് പോവാം. പ്രകൃതി പുരുഷ വിവേകം. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ, പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ പറ്റിയിട്ടുള്ള അറിവാണ് പറഞ്ഞത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാഖ്യാവിഷയമാം ശങ്ക നീങ്ങിയിടുകിലും ഉദ്ധവൻ ചോദിച്ചു വീണ്ടും ദേഹാത്മഭ്രമകാരണം ഈ വിധം. വീണ്ടും ചോദിക്കാൻ എന്താ കാരണം? സംഖ്യാവിഷയം ആശങ്ക നീങ്ങിയിടുകിലും. തത്വങ്ങൾ എത്രയുണ്ട് എന്നുള്ള സംശയം അത് ഭഗവാൻ നിരാകരിച്ചു. അതാണ് സംഖ്യാവിഷയം ആം ശങ്ക നീങ്ങിയിടുകിലും ഉദ്ധവൻ ചോദിച്ചു വീണ്ടും ദേഹാത്മഭ്രമ കാരണം ഈ വിധം. ദേഹവും പിന്നെ ആത്മാവും കൂടിയുള്ള വ്യത്യാസം എന്താണ് അറിഞ്ഞാൽ തർക്കമില്ല എന്ന് പറയണം. പ്രകൃതിക്കും പുരുഷനും സ്വഭാവം 2 മട്ടിലാം. ഭഗവാൻ പറയാം പ്രകൃതിക്കും പ്രകൃതിക്ക് 3 ഗുണമാണല്ലോ. അതായത് സാത്വിക രാജസ താമസം. പുരുഷന് അത് ഇല്ല. അപ്പോൾ സ്വഭാവം 2 മട്ടിലാം. 2 തരത്തിലാണെന്നാണ് പറഞ്ഞത്. ജഡമാണൊന്ന്. ഏതാ ജഡം? പ്രകൃതി ജഡാണ്. മറ്റേത് ചേതനം തന്നെയെങ്കിലും. ഏത്? പുരുഷൻ തന്നെയെങ്കിലും ഒന്നിച്ചു വാഴുകയാൽ തമ്മിൽ തിരിച്ചറിയുവാൻ പണി. ശരീരത്തിൻ്റെ ഉള്ളിലാണ് ചൈതന്യം. അപ്പോൾ അത് അനുഭവിക്കാനേ പറ്റൂ. നഗ്നഗോചരങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഒന്നിച്ചു വാഴുകയാൽ തമ്മിൽ തിരിച്ചറിയുവാൻ പണി. കൃശനാം ഞാൻ, വിപ്രനാം ഞാൻ, ഈ വിധം തോന്നലൊക്കെയും. ഞാൻ മെലിഞ്ഞവനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ തടിച്ചവനാണ് എന്നൊക്കെ ഒരാളെ പറ്റിയിട്ട് തന്നെയാണ് പറഞ്ഞത്. വേരോടെ നീക്കിത്തരുവാൻ കനിവുണ്ടാകണം പ്രഭു. അപ്പോൾ ഈ വിധം തോന്നലൊക്കെയും, ഈ തോന്നലൊക്കെ ഒന്ന് മാറ്റി തരണം. ശരി എന്താ വെച്ചാൽ അത് പറഞ്ഞു തരണം. വേരോടെ നീക്കിത്തരുവാൻ കനിവുണ്ടാകണം പ്രഭു. ജ്ഞാനം നിൻ കനിവാൽ ഞങ്ങൾക്ക് അജ്ഞാനം മായയാലുമാം. എന്താ? ഈശ്വരനെ ഉപാസിച്ചാൽ ജ്ഞാനം, മായയിൽ കുടുങ്ങിയാൽ അജ്ഞാനം. ഇതിനേക്കാൾ ക്ലിയറായിട്ട് എന്താ പറയുക? കോടാനുകോടി രൂപ ബാങ്ക് ബാലൻസ് ഉള്ളവർ ലൗകികത്തിലാണെങ്കിൽ അജ്ഞാനം. നയാ പൈസ ഡിപ്പോസിറ്റ് ഇല്ല. പക്ഷേ അങ്ങയുടെ കനിവ് കൊണ്ട് ജ്ഞാന സ്വരൂപമായിട്ടുള്ളവനാണെന്ന് വെച്ചാൽ അവനാണ് ധനവാൻ. അതെന്തിനാണെന്നവിടേക്കല്ലാതാർക്കറിയും പ്രഭു. ഈ വ്യത്യാസം അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. അങ്ങ് അതിനനുസരിച്ചിട്ടാണ് പ്രതിഫലം തരുന്നത്. പ്രഭുഷയില്ലേ?
അതെന്തിനാണെന്ന് അവിടേക്കല്ലാതാർക്കറിയും പ്രഭു. ഭക്തൻ്റെ മൊഴി കേട്ട് അമ്പാർന്ന് ഓതിനാൻ ത്രിജഗൽ ഗുരു. 3 ലോകത്തിനും സാക്ഷിയായും നിയാമകനായും നിയന്ത്രിതാവുമായിരിക്കുന്ന പരമഭഗവാൻ മൊഴിഞ്ഞു. എങ്ങനെ? മായാകാര്യം അഹങ്കാരം ദേഹാത്മഭ്രമഹേതുവാം. ഉദ്ധവ, മായാകാര്യം അഹങ്കാരം ഉണ്ടെങ്കിൽ മനസ്സിലാവാം അത് മായയാണ്, മായാധിപനാണ്. അല്ല, അയാൾ മായയ്ക്ക് അതീതനല്ല, അധീനനാണ്. ദേഹാത്മഭ്രമഹേതുവാം പ്രകൃതിക്കും പുരുഷനും ഭേദം പ്രത്യക്ഷമല്ലയോ. എന്താ ഉദ്ധവ സംശയം? രണ്ടിനും വ്യത്യാസമുണ്ടല്ലോ. പ്രകൃതിക്കും പുരുഷനും ഭേദം പ്രത്യക്ഷമല്ലയോ. ഒന്ന് വൈകാരികം ജന്മമരണാദികളാർന്നതാം. ഈ ശരീരം എന്ന് പറഞ്ഞാൽ അത് വൈകാരികം, വികാരത്തിന് അടിമപ്പെടുക എന്നല്ലാണ്ട് വേറൊരു കാര്യമൊന്നുമില്ല. മറ്റേത് അനശ്വരം സത്യം ആനന്ദം പരചിൽ ഘനം. പരചിൽ ചിൽ ഘനം ചിദാനന്ദസ്വരൂപം, ചിദാനന്ദസ്വരൂപം, ചിദാനന്ദസ്വരൂപം. ഒന്ന് വൈകാരികം ജന്മമരണാദികളാർന്നതാം. മറ്റേത് അനശ്വരം സത്യം ആനന്ദം പരിതിൽ ഘനം. എന്നാൽ തോന്നിക്കും ആത്മാവിലൻ മായ ഗുണരൂപിണി. എന്നാൽ തോന്നിക്കും ആത്മാവിലൻ മായ ഗുണരൂപിണി. ദേവമർത്യാദി രൂപത്തിൽ അസംഖ്യം ഭേദബുദ്ധികൾ. 1 2 എന്നല്ല, അസംഖ്യം ഭേദബുദ്ധികൾ എന്നാ. എണ്ണിയാൽ തീരാത്തത്ര ഭേദബുദ്ധികളുണ്ട്. അപ്പോൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം, എന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ. മുഖ്യമായവയിൽ കാണാം ഏതിലും 3 ഉപാധികൾ. എല്ലാറ്റിലും 3 ഉപാധികളുണ്ട്. അതിദൈവതം, ആധ്യാത്മം, അതിഭൂതവും. ഇങ്ങനെ അതെങ്ങനെയാ? അതിദൈവതം, ആധ്യാത്മം, അതിഭൂതം. കണ്ണ്, കാത് മുതലാം ഇന്ദ്രിയങ്ങൾ അധ്യാത്മം ഉദ്ധവ. സംശയിക്കൊന്നും വേണ്ട. കണ്ണ്, കാത് മുതലാം ഇന്ദ്രിയങ്ങൾ അധ്യാത്മം ഉദ്ധവ. തേജസ് ഭൂമി തൊട്ടുള്ള ഭൂതങ്ങളിൽ വസിക്കയാൽ. തേജസ് ഭൂമി തൊട്ടുള്ള ഭൂതങ്ങളിൽ വസിക്കയാൽ കൺകൊണ്ടും മറ്റും അറിയും. രൂപാദ്യം അതിഭൂതമാം. നേത്രാദികൾക്ക് അധിഷ്ഠാനം ദേവാംശം അതിദൈവതം. അതിദൈവതം പറഞ്ഞു ശൈലേ. അപ്പം ഇവിടെ അതിദൈവതം, അധ്യാത്മം, അതിഭൂതം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആധ്യാത്മം എന്നുള്ളതിന് 2 എന്നുള്ളത് ഇട്ടു പേര്. കാരണം അവിടെ നമ്പർ അങ്ങനെ ഞാൻ ഇട്ടുന്നത്. ഇതിന് അതിദൈവതം എന്ന് പറയുമ്പോൾ 1 എന്ന് ഇട്ടു. അപ്പോൾ 1 3 ആയി, അല്ല 2 ആയി. ഇനി മൂന്നാമത്തത് എന്താ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അന്യോന്യം ഒത്തുചേരാകിൽ ഓരോന്ന് അമിതപൂർണമാം. വെണ്ണിൽ തിളങ്ങും ആദ്യത്തിനെന്നും പൂർണ്ണനദേവിധം. അന്യോന്യം ഒത്തുചേരാകിൽ ഓരോന്നും മിതപൂർണം, ഒന്നും മിതപൂർണമാണ്. വെണ്ണിൽ തിളങ്ങും ആദിത്യനെന്നും പൂർണ്ണനദേവിധം. അതായത് പ്രതിബിംബങ്ങൾ പൂർണ്ണനായാവില്ല, പക്ഷേ ആസിറ്റീസ് കാണുന്ന ശരിയായിട്ടുള്ള സൂര്യൻ പൂർണ്ണനാണ്. ആധ്യാത്മാദികൾ 3നും ആത്മാവാണാധികാരണം. അപ്പോൾ ഈ ആധ്യാത്മികം, അതിദൈവതം എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ 3 എണ്ണം, അതിന് കാരണം എന്താ? ആത്മാവാണ് ആദികാരണം. ആത്മാവല്ലാണ്ട് ഒന്നുമല്ല. അതാണ് എങ്ങെങ്ങും അഖിലം മിന്നിപ്പത് അനപേക്ഷമായി, അപേക്ഷയില്ലാതെ കണ്ട് മിന്നിക്കൊണ്ടിരിക്കുന്നതാണ് ആര്? ബ്രഹ്മം, ചൈതന്യം, ചേതന, ജീവൻ. ഇതാണ് അപേക്ഷിക്കാണ്ടാണ്. സ്വയം പ്രകാശമായെന്നും, എപ്പോഴും സ്വയം പ്രകാശമായി എന്നും നിൽപ്പതാം നിരവധ്യമായി. ആധ്യാത്മവും മറ്റും അതിൻ 3 ഉപാധികൾ മാത്രമാം. ഉപാധികൾ ടെമ്പററിയാണ്. ഒന്നുകൂടിയും ഈ മർത്യനുള്ളം വിപുലമാവുകിൽ. ഹരേന്ന് എഴുതണം ഇവിടെ. ഈ മനസ്സ് വിപുലമായാൽ സംഗതികളൊക്കെ വേഗം മനസ്സിലാക്കാൻ പറ്റും.
ഒന്നുകൂടിയും ഈ മർത്യനുള്ളം വിപുലമാവുകിൽ അതിൻ്റെ വിസ്ഫുലിംഗങ്ങൾ മാത്രമാണു സമസ്തവും. ജീവൻ്റെ, അതായത് ഒരു കത്തി ചാണയ്ക്ക് വെക്കുമ്പോൾ എത്രത്തോളം പ്രഷർ കൊടുക്കണോ അത്രത്തോളം കത്തിക്ക് മൂർച്ച കൂടും. പക്ഷേ അത്ര തീപ്പൊരികൾ പറക്കും അല്ലേ? അതാണ് പറഞ്ഞത്, അതിൻ്റെ വിസ്ഫുലിംഗങ്ങൾ മാത്രമാണ് സമസ്തവും. ഈ വണ്ണം ശ്രവണം മുമ്പാം ഏതിലും കണ്ടുകൊള്ളണം. ഇതുപോലെ ശ്രവണം ഏതിലും കണ്ടുകൊള്ളണം. സർവോപാധികളും നീക്കി മനതാരിൽ മഹേശനെ, എല്ലാ ഉപാധികളും മാറ്റി ഉപാധിരഹിതനായിരിക്കുന്ന ഭഗവാനെ. ഉപാധികൾ വെച്ചാൽ ഭഗവാൻ വഴങ്ങില്ല. കാരണം എന്താ? ഭഗവാൻ നമ്മുടെ A to Z ബാലൻസ് ഷീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, വരും വരായികൾ. അപ്പോൾ അതിന് അർഹമായിട്ടുള്ളതൊക്കെ തരും. അതിനേക്കാൾ വലുത് വേണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. അതാണ് അതിൻ്റെ ശരി. എവിടെ ഒത്തില്ല. ഈ വണ്ണം ശ്രവണം മുമ്പാം ഏതിലും കണ്ടുകൊള്ളണം. സർവോപാധികളും നീക്കി മനതാരിൽ മഹേശനെ സാക്ഷാത്കരിച്ചിടുകയാം സാധിക്കേണ്ടത് ബുദ്ധിമാൻ. അവരവരുടെ മനസ്സിലെ സാക്ഷാൽ ജഗന്നിവാസനെ കുടിവയ്ക്കുക. ഉണ്ട്, ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുക, ഇളക്കണ്ടാവാൻ പാടില്ല. അവിടെ നിർത്താം. അപ്പോൾ പറഞ്ഞു, സാക്ഷാത്കരിച്ചിടുകയാം സാധിക്കേണ്ടത് ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞത്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.